താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമില്ല. ഡ്രൈവർമാരുടെ അശ്രദ്ധയും ഗതാഗതക്കുരുക്കിന് ഇടയാക്കുകയാണ്. ഡീസൽ തീർന്നതിനെ തുടർന്ന് ചുരം വ്യൂ പോയിന്റിൽ ടൂറിസ്റ്റ് ബസ് കുടുങ്ങിയതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ ആദ്യം ഗതാഗത തടസ്സം നേരിട്ടത്. പിന്നീട് KSRTC ബസ് തകരാറിലായതിനെ തുടർന്നും ഗതാഗത തടസ്സമുണ്ടായി. വാഹനപ്പെരുപ്പവും ഗതാഗതക്കുരുക്കിന് കാരണമാവുകയാണ്. ചുരത്തിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം കൃത്യമായി നടപ്പാക്കാത്തതും പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത തടസ്സങ്ങൾക്ക് ചില ഡ്രൈവർമാരുടെ അശ്രദ്ധയും കാരണമാവുകയാണ്. യന്ത്രത്തകരാറിനെ തുടർന്ന് വാഹനങ്ങൾ ചുരത്തിൽ കുടുങ്ങുന്നത് ഒഴിവാക്കാനാകില്ലെങ്കിലും ഇന്ധനമില്ലാതെ വാഹനങ്ങൾ കുടുങ്ങുന്നത് ഉറപ്പായും ഒഴിവാക്കാൻ കഴിയും. എന്നിട്ടും പല ഡ്രൈവർമാരും അശ്രദ്ധ തുടരുകയാണ്. ടൂറിസ്റ്റ് ബസ് ഡീസൽ തീർന്ന് ചുരം വ്യൂ പോയിന്റിന് സമീപം നിർത്തിയിട്ടതിനെ തുടർന്നാണ് ഇന്നത്തെ ഗതാഗതക്കുരുക്കിൻ്റെ തുടക്കം. വയനാട്ടിലേക്ക് ചുരം കയറിയെത്തുന്ന ബസ്സാണ് ഡീസൽ തീർന്നതിനെ തുടർന്ന് ചുരത്തിൽ കുടുങ്ങിയത്. ആംബുലൻസുകൾ അടക്കം ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ടു. അതുകഴിഞ്ഞ് 7ാം വളവിൽ KSRTC ബസ് യന്ത്രത്തകരാറിനെ തുടർന്ന് കുടുങ്ങിയതും കുരുക്ക് ആവർത്തിക്കുന്നതിനെ കാരണമായി. വയനാട്ടിലെ ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ ഉണ്ടായ ടൂറിസ്റ്റ് ബസ്, ലൈൻ ബസ് ബ്ലോക്ക് ഡീസൽ തീർന്നിട്ട് മണിക്കൂറുകളാണ് അവിടെ ബ്ലോക്കായത്. അതിൽ നിന്ന് ഒരു ആംബുലൻസും ഉണ്ടായിരുന്നു. അരമണിക്കൂറോളം ആംബുലൻസും ആ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്. ശാശ്വതമായ പരിഹാരം തീർച്ചയായിട്ടും കാണണം. ഇതുപോലുള്ള അശ്രദ്ധ കൊണ്ടുവരുന്ന വണ്ടികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ്. സ്വന്തമായി വർക്ക്ഷോപ്പ് അടക്കമുള്ള സംവിധാനമുണ്ടായിട്ടും KSRTC വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കാത്തത് വെല്ലുവിളി സൃഷ്ടിക്കുകയാണ്. മറ്റു റോഡുകളിൽ കുടുങ്ങുന്നത് പോലെയല്ല ചുരത്തിൽ വാഹനങ്ങൾ കുടുങ്ങുന്നതിലൂടെ സംഭവിക്കുന്നത്. നൂറുകണക്കിന് യാത്രക്കാരാണ് ചുരത്തിൽ അകപ്പെട്ടു പോകുന്നത്. കഴിഞ്ഞ ദിവസം ചുരം 4ാം വളവിൽ KSRTC ബസ് കുടുങ്ങിയ ദൃശ്യമാണിത്. വീതി കുറഞ്ഞ വളവിൽ അകപ്പെട്ട ബസിൻ്റെ യന്ത്രത്തകരാർ പരിഹരിക്കാൻ മണിക്കൂറുകൾ തന്നെ വേണ്ടിവന്നു. ഇത്തരത്തിലുള്ള പലവിധ പ്രശ്നങ്ങളാണ് ചുരം യാത്രയിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. വിനോദസഞ്ചാരികളും മറ്റു യാത്രക്കാരുമെല്ലാം ചുരം ഗതാഗതക്കുരുക്കിൽ പെട്ടുപോവുകയാണ്. കോഴിക്കോട് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.